കൊല്ലത്ത് 8 വയസ്സുകാരി തെരുവുനായയുടെ കടിയേറ്റു മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. പുനലൂർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാർ, ഡോക്ടർ ദേവിലക്ഷ്മി, ഡോക്ടർ അംജിത, ഡോക്ടർ ജയസൂര്യ എന്നിവർക്കെതിരെയാണ് കേസ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി. ലിജോ റോളൻസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ലിജോ, എന്തൊക്കെയാണ് കേസിൽ പറയുന്നത്? ഈ നെഗ്ലിജൻസ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ ഡോക്ടർമാർക്കെതിരെ ഉണ്ട് എന്ന് പറയുന്നു. അമ്മയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2025 ഏപ്രിൽ 8-നാണ് നായയുടെ കടിയേറ്റ ഇനിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചത്. മെയ് 5-ന് തിരുവനന്തപുരം SITയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് തന്നെ പലതരത്തിലുള്ള ചികിത്സാ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള ഒരു പരാതിയായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യം തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്നുമാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കും എത്തിച്ചത്. ഇപ്പോൾ അമ്മയുടെ പരാതി ശരിവെക്കുന്ന രീതിയിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പുനലൂർ ആശുപത്രിയിലെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ KR സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. ഒപ്പം തന്നെ മെഡിക്കൽ ഓഫീസേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ ദേവിലക്ഷ്മി, ഡോക്ടർ അംജിത, ഡോക്ടർ ജയസൂര്യ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ആകെ 4 പ്രതികളാണുള്ളത്. അശ്രദ്ധയോടുകൂടിയാണ് കുട്ടിയെ ചികിത്സിച്ചതെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. അതാണ് ഈ 3 ഡോക്ടർമാർക്കെതിരെയുള്ളത്. ആശുപത്രി സൂപ്രണ്ടിനെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നു, അവിടെയുള്ള രേഖകളിൽ പലതും തിരുത്തൽ വരുത്തി തുടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കൃത്യമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിശോധനയിലൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിലുള്ള ഇഞ്ചക്ഷനൊക്കെ നൽകിയതിനു ശേഷം ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷൻ നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. BNS-ലെ 106(1), 238, 3-5 എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ FIR രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി.